കൊറോണയെപ്പറ്റി ഞാൻ ചുരുക്കി പറയുകയാണ്, കൊറോണയെപ്പറ്റിയും റസൂലുള്ള വിവരിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ, ബുഖാരി നിവേദനം ചെയ്ത ഒരു ഹദീസിലുണ്ട്, ഉഴുദുദ് സിത്തൻ ബൈന യദയിസ്സാ, ഖിയാമ ദിവസത്തിൻ്റെ മുമ്പ് 6 അടയാളങ്ങൾ എണ്ണുക എന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട അടയാളം, ആദ്യത്തെ അടയാളം റസൂലുള്ള പറഞ്ഞത് മൗത്തി എന്നാണ്, എൻ്റെ മരണം, റസൂലുള്ളാഹിൻ്റെ വഫാത്ത്, റസൂലുള്ള നമ്മോട് വിട പറയുക എന്ന്. ഇതാണ് ആദ്യത്തെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നീട് സുമ്മ ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസ് ഫത്ഹാവുക എന്നുള്ളത്, മുസ്ലിങ്ങളുടെ കീഴിൽ വരിക എന്നുള്ളത്. അപ്പം മൗത്ത്, റസൂലുള്ളാഹിൻ്റെ മൗത്ത് സംഭവിച്ചു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് അതും സംഭവിച്ചു. ബൈത്തുൽ മഖ്ദിസ് മുസ്ലിങ്ങളുടെ കീഴിൽ വന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത്. അതിൻ്റെ ശേഷം സുമ്മ മൂത്താനും യഖുദു ഫീക്കും കഖുആസിൽ ഗനമി എന്ന് പറഞ്ഞു. പിന്നീട് ഒരു മരണമുണ്ടാകും. മരണം, ആളുകൾ മരിച്ചു വീഴുക തന്നെ, പെട്ടെന്ന് മരിച്ചു വീഴുക. കഖുആസിൽ ഗനമി, അവിടെ ഉദാഹരണം പറഞ്ഞു റസൂലുള്ള. ആ മരണത്തെ ഉപമിച്ചത് കഖുആസിൽ ഗനമി എന്നാണ്. ഖുആസുൽ ഗനം പോലുള്ള മരണം. ഖുആസുൽ ഗനം എന്ന് പറഞ്ഞാൽ ദാഉം ഫിൽ ഗനമി യഖുദുഹാ ഫയസീലു മിൻ ഉനൂഫിഹാ ശൈഉൻ ലാ യൽബസുഹാ അൻ യമൂത എന്ന്. ഖുആസുൽ ഗനം പോലുള്ള മരണം എന്ന് പറഞ്ഞാൽ, ഖുആസുൽ ഗനം ആടുകൾക്ക് ബാധിക്കുന്ന ഒരു രോഗമാണ്. ആടുകളുടെ മൂക്കിൽ നിന്ന് ഒരു ദ്രാവകം വലിച്ചുകൊണ്ട് പെട്ടെന്ന് ചത്തുപോകുന്ന ഒരു രോഗം. ഇതേപോലുള്ള മരണം. അപ്പോൾ മൂക്കുമായി ബന്ധപ്പെട്ട, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ്, അതിനാലാണ് മരിക്കുന്നത് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കും. സുമ്മ മൂത്താനും കഖുആസിൽ ഗനമി എന്ന് പറയുന്ന ഹദീസ് പഠിപ്പിക്കുന്നത് ഈ രോഗം, പാടുകളെല്ലാം ചത്തുപോകുന്നുണ്ടല്ലോ, അതേപോലെ മൂക്കിൽ നിന്ന് ഒരു ദ്രാവകം വലിച്ചുകൊണ്ട് പെട്ടെന്ന് മരിച്ചു പോകുന്ന രോഗം, അങ്ങനെയുള്ള മരണങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകുക എന്നുള്ളത് ഖിയാമത്തിൻ്റെ അലാമത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയുണ്ടായി. അപ്പോൾ ഇത് കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഹദീസിൻ്റെ വ്യാഖ്യാതാക്കൾ, പഴയകാല വ്യാഖ്യാതാക്കളെല്ലാം അത് കഴിഞ്ഞു പോയി. പ്ലേഗ് രോഗം ബാധിച്ചു, ലോകത്ത് പ്ലേഗ് വന്ന് ധാരാളം ആളുകൾ മരിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ പ്ലേഗ് ബാധിച്ച് മരിച്ചു. ഇതാണ്. പക്ഷേ പ്ലേഗ് രോഗം എന്ന് പറയുന്ന താവൂൻ, അറബിയിൽ താവൂൻ എന്ന് പറയുന്ന പ്ലേഗ് രോഗം എന്ന് പറയുന്നത് മൂക്കിനല്ല ബാധിക്കുന്നു. അത് ശരീരത്തിലുണ്ടാകുന്നൊരു മുഴയാണ്. മുഴയും വീക്കവും, കയലവീക്കം, അതേപോലെ വീക്കങ്ങളും മുഴകളും ഉണ്ടായിട്ടാണ് മരണപ്പെട്ടു പോകുന്നത്. മൂക്കിന് ബാധിക്കുന്ന രോഗമാണ് ഇന്ന് കൊറോണ എന്ന് പറയുന്നത്. മൂക്കിന് ബാധിക്കുന്ന രോഗമാണ്, ശ്വാസകോശത്തിന് ബാധിക്കുന്ന രോഗമാണ്. അപ്പം അതുകൊണ്ട് മനസ്സിലാകുന്നത് അതല്ല എന്നാണ്. മാത്രമല്ല, ഇത്രത്തോളം മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു മരണം ലോകത്ത് സംഭവിച്ചിട്ടേ ഇല്ല. അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പ്ലേഗ് രോഗമല്ലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അല്ലാഹു അഅലം ബിഹഖീഖത്തിൽ ഹാൽ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഫിത്ന ആ ഹദീസിൽ തന്നെ പറഞ്ഞു. സുമ്മ ഫിത്ന